സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോയാണ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ്. ഗർഭകാലവും ആശുപത്രിയിൽ പോകുന്നതും കുഞ്ഞിന് ജന്മം നൽകുന്നതും പിതാവ് അശ്വിൻ കുഞ്ഞിന്റെ പേര് ജനന റിപ്പോർട്ടിൽ എഴുതുന്നതുൾപ്പെടെ വീഡിയോ OC ടോക്കീസ് എന്നുള്ള ദിയയുടെ യൂട്യൂബ് ചാനലിലാണ് പങ്കുവച്ചത്. വീഡിയോ ഇപ്പോൾ 70 ലക്ഷത്തിലേറെ പേർ കണ്ടുകഴിഞ്ഞു. നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് പേരു നൽകിയത്. ദിയയുടെ പ്രസവത്തിന് ധൈര്യം നൽകി കുടുംബം മുഴുവൻ ഒപ്പം നിന്നതിനെയും അത് പകർത്തി സമൂഹത്തെ കാണിച്ച ധൈര്യത്തെ പ്രകീർത്തിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് രംഗത്തെത്തുന്നത്. ദിയ കൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയൽ ആണെന്നാണ് ഡോക്ടർ ഷിംന അസീസ് കുറിച്ചത്. ഡോക്ടർമാർക്കിടയിൽ ഗൈനക്കോളജി ഒരു ചോരക്കളിയാണ് എന്ന അർത്ഥം വരുന്ന ഒരു ചൊല്ലു തന്നെയുണ്ട്. ചോരയും സ്രവങ്ങളും ഒന്നും ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാതെ സുന്ദരിയായി ഒരുങ്ങി പുതുവുകൾക്കുള്ളിൽ അശ്വിന്റെ കൈ പിടിച്ച് കിടന്ന് പങ്കാളിയുടെ തലോടലേച്ച് അമ്മയോട് എനിക്ക് പേടിയാകുന്നമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സഹോദരിമാർക്കിടയിലെ സുരക്ഷ അനുഭവിച്ച് നിലവാരമുള്ള മെഡിക്കൽ സൂപ്പർവിഷനിൽ നൊന്തു പ്രസവിച്ചൊരു ഭാഗ്യം ചെയ്ത പെണ്ണ് കടന്നുപോകുന്ന അതിതീവ്ര വേദനയും അവൾ അർഹിക്കുന്ന കരുതലുമെല്ലാം 4 പുസ്തകം വായിച്ചാൽ കിട്ടാത്തത്രയും ആഴത്തിൽ ആ മിനിറ്റുകൾ നീളമുള്ള വീഡിയോയിലുണ്ട്. കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. ചില കാര്യങ്ങളെക്കുറിച്ച് ചിലർക്ക് തെളിവ് വരാൻ ചാൻസ് ഉണ്ടെന്നും ഡോക്ടർ കുറിക്കുന്നു. ലേബർ റൂമിൽ കിടക്കുമ്പോൾ ഡോക്ടർ OP തിരക്കുകളിലായിരുന്ന നേരത്ത് മനുഷ്യപ്പറ്റില്ലാത്ത സിസ്റ്റർമാരുടെ ചീത്ത വിളി കേട്ട് മനസ്സു തളർന്ന് പോയിട്ടുണ്ടെന്ന്. അതൊന്നും ഓർക്കാൻ പോലും താല്പര്യമില്ല. ആ സ്റ്റാഫിനെതിരെ അന്ന് പരാതി എഴുതി അയച്ചിരുന്നു. ഹോസ്പിറ്റൽ അന്ന് ആ സ്റ്റാഫിനെതിരെ നടപടി എടുത്തിരുന്നതായും അറിയാം. 2 രീതിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള നേരനുഭവമുണ്ട്. ദിയ ഒരുപാട് ഭാഗ്യം ചെയ്തവളാണ്. ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് ആശ്വാസത്തോടെ ആ വേദന അറിയാൻ അവർ കാരണമാകട്ടെ എന്നും ഡോക്ടർ ഷിംന അസീസ് കുറിച്ചു. എഴുത്തുകാരിയും ഫാർമസിസ്റ്റുമായ ഷബ്ന ഷംസു ഇങ്ങനെ കുറിച്ചു: വൃത്തിയും വെടുപ്പുമുള്ള ലേബർ സൂട്ടിൽ പ്രസവത്തിന് അഡ്മിറ്റാവുന്ന ദിയ കൃഷ്ണ. മാതാപിതാക്കളും ഭർത്താവും സഹോദരിമാരും ചുറ്റും നിൽക്കുന്നു. വേദനരഹിത പ്രസവത്തിനു വേണ്ടി നടുവിന് ലേബർ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു. വേദന വരുന്നു, തലോടുന്നു, ആ വേദനയിൽ കൂട്ടാവുന്നു. ചുറ്റുമുള്ള മനുഷ്യർ എല്ലാവരും കൂടി പ്രസവിക്കുന്നു. അവസാനം ദിയ പെറ്റു. പ്രസവത്തിന് ഇനിയൊരു പുനർവിചിന്തനം ആയാലോ എന്ന് പറയാതെ പറയുന്ന ആ പേറ്റുനോവ് നമ്മളും കണ്ടു. നെല്ലു കുത്തുമ്പോൾ ചായ്പിലെ ഓലപ്പായിലേക്ക് പെറാൻ പോയ പെണ്ണുങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു. പരമ്പരാഗത പ്രസവ കഥ കേട്ട് ശീലിച്ച അവരുടെ മക്കളും ഒപ്പം കൂടി. പക്ഷേ ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഇവിടെ സംഭവിച്ചത് ഒരു വിപ്ലവമാണ്. നമ്മൾ പെറ്റ പോലെ, നമ്മൾ ഒറ്റപ്പെട്ട പോലെ, നമ്മൾ ഒറ്റയ്ക്ക് കേട്ട ചീത്ത പോലെ നമ്മുടെ മക്കൾക്ക് സംഭവിക്കില്ലല്ലോ എന്നൊരു സമാധാനം ഞാൻ ആ വീഡിയോയിൽ കണ്ടു. ദിയ കൃഷ്ണ പോസ്റ്റ് ചെയ്തത് അവരുടെ പ്രസവമാണെങ്കിലും ക്യാമറ വെച്ചത് അവരുടെ മുഖത്താണ്. പ്രസവം എന്നത് ഒരു കൂട്ട ഉത്തരവാദിത്തമാണെന്ന് അവരുടെ ഭർത്താവും പാരൻസും സഹോദരങ്ങളും നമുക്ക് കാണിച്ചു തന്നു. നല്ലതാണ്. മാറ്റങ്ങൾ വരട്ടെ. റീച്ചിന് വേണ്ടി എന്നും യൂട്യൂബ് വരുമാനവുമൊക്കെ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. കാണിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടും നല്ലൊരു മെസ്സേജ് തന്നെയാണ്. ഇന്ന് നമ്മുടെ മിക്ക ഹോസ്പിറ്റലിലും ലേബർ സ്യൂട്ടും വേദനരഹിത പ്രസവ സൗകര്യങ്ങളും കുറഞ്ഞ ചിലവിൽ തന്നെ ലഭ്യമാണ്. അതൊരു ആർഭാടമോ അനാവശ്യമോ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പെണ്ണെല്ലാം കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കണ്ടത്. ഇനി വേദനയില്ലാത്ത, ഒറ്റപ്പെടലുകളില്ലാത്ത സന്തോഷകരമായ പ്രസവങ്ങൾ നടക്കട്ടെ എന്ന് ഒറ്റയ്ക്ക് ഓട്ടോയിൽ പ്രസവിക്കാൻ പോയ യുവതിയെന്ന് ഷംന ഷംസു കുറിക്കുന്നു. ദിയയുടെ പ്രസവ വീഡിയോ കണ്ട് താൻ കരഞ്ഞുപോയെന്ന വൈകാരികമായ കുറിപ്പ് പങ്കുവച്ച് നടിയും അവതാരകയും ഇൻഫ്ലുവൻസറുമായ പേളി മാണിയും എത്തി. ദിയ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ പേളി കമന്റ് ചെയ്തിരുന്നു: കുടുംബ ബ്ലോഗർമാരുടെ ചരിത്രത്തിൽ അതിവേഗം 60 ലക്ഷം കാഴ്ചക്കാർ. ദിയ കൃഷ്ണ തന്റെ ജീവിതത്തിലെ പ്രസവം പോലൊരു കാര്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ അപാരമായ ധൈര്യം വേണം. ഇന്ന് ഒരു പെൺകുട്ടി അവളുടെ പ്രസവത്തിന്റെ വീഡിയോ പങ്കുവെച്ചത് കണ്ടു. അത് എന്നിലുണ്ടാക്കിയ വികാരങ്ങളുടെ തിരയിളക്കത്തിന് ഞാൻ തയ്യാറെടുത്തിരുന്നില്ല. ഞാൻ കരഞ്ഞു. അവൾ കടന്നുപോയ വേദന മാത്രമായിരുന്നില്ല അതിന്റെ കാരണം. ഓരോ നിമിഷവും അവൾ കാണിച്ച ധൈര്യം കൂടിയായിരുന്നു. വിറയ്ക്കുന്ന ശ്വാസം, നിശബ്ദമായ കണ്ണുനീർ, അവളുടെ ആത്മാവിനുള്ളിൽ ആഴത്തിൽ എവിടെ നിന്നോ വന്ന നിലവിളി, അത് കഴിഞ്ഞൊരു ഹൃദയമിടിപ്പിന്റെ ശബ്ദം, ഒരു കുഞ്ഞു കരച്ചിൽ, ഒപ്പം സമയത്തെ പിടിച്ചു നിർത്തിയ പരിശുദ്ധമായ സ്നേഹം. ആ നിമിഷം ഈ യാത്രയിലൂടെ കടന്നുപോയ എല്ലാ സ്ത്രീകളെയും ഞാൻ ഓർത്തു. ആ വേദന, ആ പേടി, ആ പ്രതീക്ഷ, ഒപ്പം എങ്ങനെയോ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന പറഞ്ഞറിയിക്കാനാകാത്ത കരുത്ത്. തന്റെ കഥ പങ്കുവച്ച പെൺകുട്ടിയോട് നന്ദി. നീ ഒരു കുഞ്ഞിന് മാത്രമല്ല ജന്മം നൽകിയത്, മറ്റനേകം പേരുടെ ഹൃദയങ്ങളിൽ നീ ധൈര്യവും ജനിപ്പിച്ചു. എല്ലാ അമ്മമാരോടുമാണ്
ഞാൻ നിങ്ങളെ കാണുന്നു, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു, ഒപ്പം നിങ്ങളുടെ യാത്രയുടെ ഓരോ ഭാഗത്തെയും ഞാൻ ബഹുമാനിക്കുന്നുവെന്നും പേർലി കുറിച്ചു.